ഞാൻ ആ കള്ളക്കണ്ണന്റെ കളി നാടകം ഓർക്കുകയായിരുന്നു. സൂര്യഭഗവാന്റെ പൂജയ്ക്കായി തയ്യാറാവാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ആ എന്റെ പുതിയ വസ്ത്രങ്ങളിൽ ഞാൻ അതീവ സുന്ദരിയായിരിക്കും. സൂര്യഭഗവാൻ അവരുടെ ഭക്തരെ കണ്ട് സന്തോഷിക്കും. ഭഗവാൻ അതിലും സന്തോഷമാകും നമ്മുടെ ഈ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ സമർപ്പിക്കുമ്പോൾ. എന്തു പറ്റി? മധുവും ഞാനും കള്ളന്റെ പുറകെ ഓടുകയാണ്. കള്ളനോ? എവിടെ? ദേ ആ ഭാഗത്ത്. കള്ളൻ നമ്മുടെ ഭക്ഷണം മോഷ്ടിച്ചു കൊണ്ടുപോയി. കള്ളന്റെ പിറകെ ഓടി ഞങ്ങൾ വല്ലാതെ ക്ഷീണിച്ചു. ഉണ്ണിയപ്പവും പഴങ്ങളുമായി വന്ന ഞങ്ങളെ കണ്ടുമുട്ടിയത് ഒരു നിമിത്തമായല്ലോ. അതുകൂടാതെ ലഡുവും. മധുവിന് വിശപ്പ് കാരണം തല കറങ്ങുന്നു. കൂടാതെ എനിക്കും. നിങ്ങൾ അതിൽ നിന്നും കുറച്ച് മധുരപലഹാരങ്ങൾ തന്ന് നമ്മുടെ വിശപ്പ് മാറ്റില്ലേ? ഓ, ഒരു ലഡു കഴിച്ചാൽ നിന്റെ വിശപ്പ് മാറുമോ? എന്റെ മനസ്സ് പറയുന്നു 2 എണ്ണം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യടാ, ഇത് ഞാൻ തരില്ല. ഇത് സൂര്യപൂജക്കുള്ള നിവേദ്യമാണ്. ഓഹോ, സൂര്യപൂജയോ? അത് ഇന്നാണോ? അതെ, ഇന്ന് തന്നെ സൂര്യപൂജക്കുള്ള പണ്ഡിതന്മാരെ തേടി യശോദാമ്മ പോയിരിക്കുകയാണ്. കണ്ണന് ഇത്രയും കള്ളത്തരങ്ങളുണ്ടായിരുന്നു. എങ്കിൽ ഞാൻ ബാക്കി കൂടി പറഞ്ഞു തരാം. നോക്കൂ, അവിടെ 2 പുരോഹിതന്മാർ നിൽക്കുന്നു. അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. യശോദാമ്മയ്ക്ക് സൂര്യപൂജ ചെയ്യാൻ പണ്ഡിതന്മാരെ ആവശ്യമുണ്ട്. അങ്ങ് തയ്യാറാണോ? ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്ന പുരോഹിതന്മാരാണ്. കൂടാതെ അഭിമാനികളും. ഞങ്ങൾ ഈ പൂജ ചെയ്തോളാം. വരൂ, നമുക്ക് യശോദാമ്മയുടെ അടുത്തേക്ക് പോകാം. യശോദാമ്മേ, ഇതാണ് പൂജ ചെയ്യാനെത്തിയ പണ്ഡിതന്മാർ. എന്നാൽ പൂജക്കുള്ള ഒരുക്കങ്ങൾ വേഗം തന്നെ തുടങ്ങാം. പൂജ വിജയകരമാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് വഴിപാടുകളും മധുരപലഹാരങ്ങളും ആവശ്യമാണ്. പലഹാരങ്ങൾ നമ്മുടെ അടുത്തേക്ക് വെച്ചോളൂ. ഓം സൂര്യായ സ്വാഹ. ഓം ഭാനുവേ സ്വാഹ. ഓം മിത്രായ സ്വാഹ. ഓം സൂര്യായ സ്വാഹ. ഓം ഭാനുവേ സ്വാഹ. നന്ദി പണ്ഡിതന്മാരെ, ഞങ്ങൾ ഇതുവരെ ഇത്രയും മനോഹരമായ മന്ത്രങ്ങൾ കേട്ടിട്ടില്ല. ഇനി നിവേദ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല യശോദാമ്മേ. അത്ര നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ ആ മധുരപലഹാരങ്ങൾ സ്വീകരിക്കാം. ഈ കളി വളരെ രസകരമായി. വളരെ രുചികരമായ മധുരപലഹാരമാണിത്, അല്ലേ കണ്ണ? പ്രത്യേകിച്ച് ലഡു. അപ്പോൾ നിങ്ങളായിരുന്നല്ലേ പണ്ഡിതന്മാർ? വരൂ, ഇപ്പൊ തന്നെ ഈ കാര്യം നമുക്ക് യശോദാമ്മയെ അറിയിക്കാം. യശോദാമ്മ വരുന്നതിന് മുമ്പേ നമുക്കിത് കഴിച്ചു തീർക്കാം. കള്ളക്കണ്ണ, നിന്റെ ഇംഗിത്തം എനിക്ക് മനസ്സിലാക്കില്ലെന്ന് കരുതിയോ? നിന്റെ എത്ര വികൃതികൾ കണ്ട് സന്തോഷിച്ചതാണ് ഞാൻ. ഇനിയും എന്നെ വിഡ്ഢിയാക്കിയാണോ കള്ളക്കണ്ണ?